പിന്നെ രണ്ടാമത് ട്രേഡിങ്ങിലേക്ക് വരണം എന്നൊരു മോഹം വന്ന സമയത്ത് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന പേര് മില്ലർ ഡോൺസിൻ്റെ തന്നെ ആയിരുന്നു. എക്സ്പെക്റ്റേഷൻസ് ഇതിലും കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. അതിനേക്കാളും ഒരുപാട് അധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും യു എയിൽ അങ്ങനെ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. പഠിക്കുക, പഠിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ നമുക്കതിൽ കിട്ടുള്ളൂ. ഞാൻ നാട്ടിൽ കണ്ണൂരാണ് സ്ഥലം. കണ്ണൂർ പയ്യന്നൂരാണ് എൻ്റെ സ്ഥലം. ഇവിടെ ഞാൻ 4 വർഷമായി വർക്ക് ചെയ്യുന്നു. കറൻ്റ്ലി ഇപ്പോൾ ഒരു ടൂറിസം ഫീൽഡിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ദുബായിൽ. ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പം. ഇതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് ടൈമിൽ ട്രേഡിങ് എൻ്റെ ഫാദർ ചെയ്ത് കുറച്ച് ലോസൊക്കെ വരുത്തി. അപ്പോൾ അതോടെ ട്രേഡിങ് എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ചു. പിന്നെ മനസ്സിലായത് നമ്മൾ പഠിക്കാതെ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ച് ചെയ്യുക, എന്നാൽ നമുക്കിതിൽ നല്ലൊരു ഭാവി ട്രേഡിങ്ങിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ട്രേഡിങ് റിലേറ്റഡ് ബിഫോർ നമ്മളെ മൈൻഡ് സെറ്റ് ഇപ്പം എൻ്റെ മാത്രമായിരിക്കില്ല, മോസ്റ്റ്ലി എല്ലാവരും മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാണുന്ന പോലെ കുറേ കാറ്, ലക്ഷറി ലൈഫ്. അതൊന്നും അല്ല. ഒരു ട്രേഡർ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ തന്നെ മിനിമം ഒരു 1 ഇയർ 1.5 ഇയർ ചുരുങ്ങിയതെടുക്കും ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് അതിനെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ വേണ്ടി. സോ കാര്യങ്ങൾ പഠിക്കുക, പഠിക്കുന്നതിനനുസരിച്ച് യു വിൽ ഫീൽ ബെറ്റർ. മില്ലർ ഡോൺസിനെ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ മുമ്പ് തൊട്ടേ കേൾക്കുന്നൊരു പേരാണ് മില്ലർ ഡോൺസിൻ്റെ. അതായത് ട്രേഡിംഗ് എന്നുള്ള ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ആരും പറയാത്ത സമയത്ത് പോലും മില്ലർ ഡോൺസ് എന്നുള്ളൊരു പേര് ഞാൻ കേൾക്കുന്നുണ്ട് ആ സമയത്ത്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ട്രേഡിങ് പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ഉപേക്ഷിച്ചു പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ട്. പിന്നെ രണ്ടാമത് ട്രേഡിങ്ങിലേക്ക് വരണം എന്നൊരു മോഹം വന്ന സമയത്ത് ആദ്യം എൻ്റെ മനസ്സിൽ വന്ന പേര് മില്ലർ ഡോൺസിൻ്റെ തന്നെ ആയിരുന്നു. ഞാൻ കെൻസാറിൻ്റെ വീഡിയോസ് കാണുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മില്ലർ ഡോൺസിനെ പറ്റി അറിയുന്നത് ഫസ്റ്റ്. അങ്ങനെ ഫാമിലിയിൽ നിന്ന് നെഗറ്റിവിറ്റി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതേപോലെ ഫാദർ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, പഠിക്കുക, പഠിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ നമുക്കതിൽ കിട്ടുള്ളൂ. ട്രേഡിങ് നമുക്ക് തരുന്നൊരു ഫ്രീഡം ഉണ്ട് ട്രേഡിങ്ങിൽ. ഫോർ എക്സാമ്പിൾ, നമുക്ക് മുകളിലോ നമുക്ക് താഴെ നമ്മളാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എമൗണ്ടാണ്, നമ്മളാണ് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും എല്ലാം. സോ നമുക്ക് ആരെ ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക്. ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷനിൽ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം, ഈവൻ നമ്മുടെ ലൈഫിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഈ 9 to 5 ജോബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ട്രേഡ് എടുക്കണോ വേണ്ടോ നമ്മളെ തീരുമാനിക്കുന്നത്. അല്ലാതെ നീ ഇന്ന് ട്രേഡ് എടുത്തേ പറ്റുമെന്ന് നമ്മളെ കമ്പൽ ചെയ്യാൻ ആരുമില്ല. സോ അതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം ട്രേഡിങ്ങിൽ. ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു 1 hour മാറ്റി വെക്കും. ചിലപ്പം ലേറ്റ് നൈറ്റ് ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും ആഫ്റ്റർ 11. അതാണ് കറൻ്റ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇല്ല, നമ്മൾ ഇതിനെക്കുറിച്ച് പ്രോപ്പർ പഠിക്കാതെ ചെയ്തുകൊണ്ട് വരുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളാരെയും അതിൽ ബ്ലെയിം ചെയ്യാനില്ല. നമ്മൾ ബ്ലെയിം ചെയ്യാനില്ല, സ്വന്തം തന്നെ ബ്ലെയിം ചെയ്യുക. ട്രേഡിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു പ്രൊഫഷനാണ്. ബട്ട് ഇറ്റ്സ് യുവർ ഓൺ റിസ്ക്. പഠിക്കുക, പഠിച്ചിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ കുറേ യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ എടുത്ത് ചാടാതിരിക്കുക ട്രേഡിങ്ങിൽ. ഫോറക്സ് ട്രേഡിംഗ് ഒരു സ്കാം അല്ല, അതിനെ സ്കാം ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ഫോറക്സ് ട്രേഡിങ്ങിനെ. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻലി. പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 50,000 ഭാവിയിൽ നിങ്ങൾക്ക് 50 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ആയിട്ടൊക്കെ അത് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ഫീൽഡിനുണ്ട്. സോ അതിൻ്റെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും യു എയിൽ അങ്ങനെ സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ ഒരു മനുഷ്യന് 3-4 സോഴ്സ് ഓഫ് ഇൻകം വേണമെന്നാണ് മിനിമം. കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഈസ് വെരി ഇംപ്രസീവ്. കാരണം വീക്കിലി അല്ലെങ്കിൽ 2 വീക്കിൽ വൺസെങ്കിലും വിളിച്ച് ഫോളോ അപ്പ് എടുക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കറണ്ട് പൊസിഷൻ, ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. സോ അതൊരു നമുക്കൊരു കോൺഫിഡൻറ്റ് തരുന്ന ഒരു കാര്യമാണത്. നമ്മളെ വിളിച്ചൊരാളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം, മേ ബി അവരുടെ ഫീസ് മേടിച്ചു പഠിപ്പിച്ചു, അവരുടെ കാര്യം കഴിഞ്ഞു എന്നുള്ളതിനുപരി
സ്റ്റുഡൻസിനെ വിളിക്കുക, ഫോളോ അപ്പ് ചെയ്യുക, ട്രേഡിങ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. സോ അതൊരു ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇല്ല, എനിക്കൊരു ഫുൾ ടൈം ട്രേഡർ ആവണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു എമൗണ്ട് ഉണ്ട്. ആ ഒരു എമൗണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു, ഞാനൊരു ഫുൾ ടൈം ട്രേഡറായിട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാൻ.